ഹലോ ആൾ, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നമ്മളുടെ അടപ്രഥമനില്ലേ, അടപ്രഥമൻ എങ്ങനെയാണ് തേങ്ങാപ്പാലില്ലാതെ രുചികരമായി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 200 ഗ്രാം അരിയടയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അരിയട. പിന്നെ നമുക്ക് ആവശ്യം ശർക്കരയാണ്. ഇത് 400 ഗ്രാം ശർക്കരയുണ്ട് കേട്ടോ. നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കാൻ വയ്ക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഈ ശർക്കര നമുക്ക് നന്നായി ഉരുക്കിയെടുക്കാം. അട എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ആയിരിക്കണം ശർക്കരയുടെ അളവ്. ശർക്കര ഇപ്പോൾ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അട ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അട ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അട പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നത്. ഞാനിവിടെ ഒരു ഉരുളിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ അട നെയ്യിലിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഞാനിവിടെ അട ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വെച്ചിട്ടില്ല. അരിയട അതുപോലെ തന്നെ നെയ്യിലിട്ട് വരട്ടിയെടുക്കുകയാണ്. നമ്മുടെ അടയുടെ കളർ ഇപ്പോൾ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ശർക്കര പാനി ഫുള്ള് അടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഞാൻ അരിച്ചു വെച്ചിരുന്ന ശർക്കര പാനിയായിരുന്നു, അതാ ഡയറക്റ്റ് ഒഴിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ശർക്കരയിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇനി ഈ ശർക്കര പാനി ഒരു നൂൽ പരുവമായി വരുന്നത് വരെ നമ്മൾ ഈ അട ഇതിലിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം ശർക്കരപ്പാനി പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ 1/2 ലിറ്റർ പാല് ഇരട്ടി വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി കുറുകി വരുമ്പോൾ അതിലേക്ക് ചേർക്കാനായി. നമ്മുടെ ശർക്കരപ്പാനി ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവമായിട്ടുണ്ട്. കണ്ടില്ല, ആ ചട്ടുകത്തിൽ നിന്നിങ്ങനെ ഇറ്റിറ്റ് നൂല് പോലെ വീഴുന്നത്, അതാണ് പരുവം. ഈ ടൈമിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു അത് 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവുമാണ്. അത് ആക്ച്വലി നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 3-ാം പാലെന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഇത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി വറ്റിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആദ്യം ഒഴിച്ച 3-ാം പാലെന്ന് തന്നെ പറയാം. അത് വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ബാക്കി പാല് ചേർക്കുകയാണ്. ഇത് 1/2 ലിറ്റർ പാലില്ല കേട്ടോ, അതിൽ 1 ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പാലിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇതാ നമ്മുടെ പ്രഥമൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടയൊക്കെ നന്നായി വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ഗ്ലാസ് പാലില്ലേ, വെള്ളം ചേർക്കാത്ത ആ പാല് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയെന്ന് തന്നെ പറയാം. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ചതച്ചെടുത്തതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പാല് വെള്ളം ചേർക്കാതെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ 1-ാം പാല്. ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആക്ച്വലി നമ്മൾ തേങ്ങാപ്പാലിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3-ാം പാല്, 2-ാം പാല്, 1-ാം പാല് എന്ന വിധത്തിൽ. ഇവിടെ ഇപ്പം മൊത്തം ഞാൻ 1 ലിറ്റർ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 200 ഗ്രാം അടയ്ക്ക് പല ഘട്ടങ്ങളായി ചേർത്ത് കൊടുത്തെങ്കിലും 1 ലിറ്റർ പാല് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു തിള വരുമ്പോഴേക്കും നമുക്ക് പായസം ഓഫ് ചെയ്യാം. നമ്മളുടെ അടപ്രഥമൻ ഇവിടെ റെഡിയാണ്. വളരെ ഈസിയാണ്, എന്നാൽ ടേസ്റ്റിയുമാണ്. ഇവിടെ നെയ്യിൽ തേങ്ങാക്കൊത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനലി നമ്മളുടെ അടപ്രഥമൻ ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലില്ലാത്ത അടപ്രഥമൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തേങ്ങാപ്പാലിൽ ചെയ്യുന്ന അതേ രുചി തന്നെ കിട്ടും നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.